ഇന്നൊരു ചെറിയ വ്ളോഗ് ഇട്ടതാണ്. ഞങ്ങൾ പറശ്ശിനിക്കടവിലേക്ക് പോവാണ്. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു പറശ്ശിനിക്കടവിലേക്ക് പോകുമ്പോൾ ഈ ഒരു വ്ളോഗ് ഇടണമെന്ന്. അപ്പോൾ രാത്രി ഒരു 8:46 ആയിട്ടുണ്ട്. നമ്മൾ 11 മണിയാകുമ്പോൾ ഇറങ്ങുന്നത്. എൻ്റെ ഔട്ട്ഫിറ്റ് എന്താ ഇപ്പോൾ രാത്രിയല്ലേ, രാത്രി ഞങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ ഞങ്ങൾ ഹുഡിയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ അതിനുശേഷം അവിടെ എത്തിയതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സ് മാറ്റും. എന്നിട്ട് പട്ടുപാവാട ഇട്ടിട്ടാണ് കേട്ടോ പോവുക. തെച്ചുകുട്ടി ഭയങ്കര കളിയിലാണ് കേട്ടോ, കളിയിലാണ്. ഇവിടെ നോക്കി ചേച്ചീനെ, കണ്ടോ, ഭയങ്കര ഭയങ്കര കളിയിലാണ്. അതെ, ഔട്ട്ഫിറ്റ് ഒരു പട്ടുപാവാട വെച്ച് നീല കളർ പട്ടുപാവാടയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമുള്ള പട്ടുപാവാടയാണ്. അപ്പം ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, രാത്രിയല്ലേ. ഇതൊക്കെ ചേച്ചിക്ക് ടാറ്റ പറയും, ടാറ്റ ഇത്ര ഉള്ളവൻ്റെ ടാറ്റ. അപ്പം എൻ്റെ വേണ്ടി ടാറ്റ. നമുക്കിനി അവിടെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴാണ്. ഗൈസ് ടൈം 10 മണിയായിട്ടുണ്ട്. പിന്നെ എന്തായാലും കോസ്റ്റ്യൂം അല്ല ഒരു ബാഗി പാൻറ്റും പിന്നെ നമുക്ക് എല്ലാവരും. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഈ കോർക്കോല വിചാരിക്കില്ലേ, കോർക്കോലെന്ന് വെച്ചാൽ യാത്രയല്ലേ, ഇപ്പോൾ അവിടെ ചെന്നിട്ടൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തതല്ലേ. കണ്ണിത് നല്ല ഹെവി ആയി പോയിട്ടാ. അല്ല ആദ്യം ഒരു കണ്ണിതിപ്പോൾ ഞാൻ എന്തോ പോലെ ഉണ്ടായിരുന്നു. ഡ്രസ്സ് ഒന്നും കുഴപ്പമില്ല, പിന്നെ മുടിയൊക്കെ അത് ചപ്പറാക്കിയിട്ടൊക്കെ എന്നൊക്കെ വിചാരിക്കും. അതൊന്നും സാരില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ടേ. ഞങ്ങൾ ഇത്രയും നേരം ഉറങ്ങിയില്ല കേട്ടോ. 11 മണി വരെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിരിക്കുകയെന്ന് ഞാൻ എൻ്റെ ചേച്ചിയും കൂടിയിട്ട്. ബോറടിക്കല്ലേ, ഞങ്ങൾക്ക് ആണെങ്കിൽ ഉറക്കം വന്നില്ല. ഇനിയിപ്പോൾ വണ്ടി കയറി ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വരും, അതാ പ്രശ്നം. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് കാണണം. അപ്പോൾ എൻ്റെ ഏട്ടനൊക്കെ ഉറങ്ങാണ്. അവരൊക്കെ വിളിക്കണമെങ്കിൽ ഇനിയിപ്പോൾ അവർ കുരുക്കി വിളിക്കണം, ഞങ്ങൾ തന്നെ വിളിക്കണ്ടേ. അപ്പം ഞങ്ങൾ പിന്നെ ഉറങ്ങാത്തത് നന്നായിട്ട്. ഞങ്ങൾക്ക് ഉറക്കം വരാത്ത ഞാൻ കൂടുതൽ ഉറങ്ങാനിരിക്കുന്ന കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നീക്കാൻ പറ്റില്ല. പിന്നെ കൂടുതൽ ഇരുട്ടത്ത് കണ്ണുറന്നിരുന്ന വെളിച്ചത്ത് കണ്ണുറക്കാൻ പറ്റില്ല, അങ്ങനത്തെയാണ്. ഇനി പപ്പണ്ണയൊക്കെ വിളിച്ച് റെഡിയായി ഞാൻ അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിതവിടെ എത്തിയിട്ടുണ്ട്. ഏത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് കുളിച്ചിട്ടൊക്കെ ഇട്ട് റെഡിയായത്, മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് സംഭവം റെഡിയായി, എല്ലാം സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ചായ കുടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു, വിശക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഞങ്ങൾ പറ്റാറ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കാണുന്നൊന്നും അറിയില്ല. വെയിലല്ലേ, ഇനി അങ്ങോട്ട് തോന്നുന്നു. അത് ഇതിൻ്റെ വണ്ടിയിൽ നിന്നിട്ട് ഒരു ദിവസം നേരം കിടന്നുറങ്ങി. എന്നിട്ടൊക്കെ ഇവിടെ എത്തി നേരെ പോയി ഡ്രസ്സെല്ലാം എടുത്ത് നമ്മളിത് എന്താ പറയുക, ഞങ്ങളെല്ലാം പോയി അവിടെയൊക്കെ ചെന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് പോകാനായിട്ട് ട്രെയിനിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ട്രെയിൻ വന്നിട്ടില്ല, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം. ഞാൻ ആകെ ഒരു ട്രെയിനിൽ കയറുന്നത് അതിൻ്റെ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിനി ട്രെയിനിൽ എന്തെങ്കിലും കയറിയിട്ടില്ല, കയറാൻ ആദ്യമായിട്ട് പിടുത്തമില്ല. നമുക്ക് അതിൽ കയറിയിട്ട് കാണാം.